നമ്മുടെ വായിൽ കൂടിയോ അല്ലെങ്കിൽ മലദ്വാരത്തിൽ കൂടിയോ ഒരു ട്യൂബ് അതിൻ്റെ അറ്റത്ത് ക്യാമറ ഘടിപ്പിച്ചിട്ട് വയറിൻ്റെ കുടലിൻ്റെ ഒക്കെ ഉള്ളു പരിശോധിക്കുന്നതിനെയാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അത് വായിൽ കൂടി ഇട്ടിട്ട് ആമാശയത്തിൻ്റെ ഭാഗം പരിശോധിക്കുന്നതിന് അപ്പർ ജിയോസ്കോപ്പി എന്നും മലദ്വാരത്തിൽ കൂടി വൻകുടൽ പരിശോധിക്കുന്നതിന് കൊളനോസ്കോപ്പി എന്ന് പറയും. എപ്പോഴാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയും. സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലും വയറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചിട്ടാണ് ഈ പ്രോബ്ലം ഒന്നത് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളനോസ്കോപ്പി ഉപയോഗിക്കുന്നത്. ക്യാൻസറുമായി ഇതിനുള്ള ബന്ധം നമ്മൾ വൻകുടലിൻ്റെ ഭാഗങ്ങളിൽ നോക്കിയിട്ട് അതിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന പോളിപ്പോ അല്ലെങ്കിൽ അൾസറോ ഉണ്ടോ നോക്കി അവിടെ ബയോപ്സി എടുക്കുന്നതിന് കൊളനോസ്കോപ്പി വഴി പറ്റും. ചിലപ്പോൾ ചെറിയ പോളിപ്പാണെങ്കിൽ ചെറിയ ദശയാണെങ്കിൽ അത് മുഴുവനായിട്ട് പോളിപെക്ടമി ചെയ്ത് അത് എടുത്ത് കളയുന്നതിനും എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളനോസ്കോപ്പി വഴി പറ്റും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 1,00,000 പേർക്ക് കോളൺ ക്യാൻസർ വരാം. അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊളനോസ്കോപ്പി ചെയ്ത് ക്യാൻസറിൻ്റെ വല്ല ലക്ഷണങ്ങളുണ്ടോ നോക്കുന്നതാണ് ക്യാൻസർ കൊളനോസ്കോപ്പി സ്ക്രീനിംഗ് എന്ന് പറയുന്നത്. 45 വയസ്സിന് ശേഷം 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും കൊളനോസ്കോപ്പി സ്ക്രീനിംഗ് ചെയ്യണം. അതുപോലെ തന്നെയാണ് എൻഡോസ്കോപ്പിക് സ്ക്രീനിംഗ്. ആമാശയത്തിൻ്റെ സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ അത് അത്രത്തോളം കൂടുതലല്ലെങ്കിലും ഏകദേശം 1,00,005 പേർക്ക് അത് കാണാം. അപ്പോൾ എൻഡോസ്കോപ്പി വഴി എൻഡോസ്കോപ്പിക് ഗ്യാസ്ട്രിക് ക്യാൻസർ സ്ക്രീനിങ്ങും നമ്മൾ നടത്തണം. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ്ട്രിക് ക്യാൻസർ സ്ക്രീനിങ് അവിടെ വളരെ റുട്ടീനായി ചെയ്യുന്നതാണ്. അങ്ങനെ ക്യാൻസർ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ അസുഖം ഒഴിവാക്കാനും അതുവഴി സർവൈവൽ 100% ഏകദേശം പൂർണ്ണമായിട്ട് അത് മാറ്റാനും നമുക്ക് കഴിയും.